എനിക്കൊരു ട്രയംഫ് ഓണർ ആയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. പക്ഷേ ഓണർ ആവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ റൈഡർ കമ്മ്യൂണിറ്റിയിലെത്താനും ഓക്കെ. അത് ത്രൂ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും ആൻഡ് ത്രൂ ദാറ്റ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ദ വേൾഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ. അപ്പം ഇങ്ങനെ ഒരു റൈഡിങ് കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രയംഫ് എന്തൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് ഈ റൈഡർ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നത്? ഇവിടുന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മന്ത്ലി റൈഡ്സും അതുപോലെ തന്നെ ഈവൻ വീക്ക് വൈസും നമ്മൾ റൈഡ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീക്ക് വൈസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റൈഡ്സിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്സും അതുപോലെ തന്നെ സൺഡേ മോർണിംഗ് റൈഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ കോർ ബൈക്സ് മാത്രമല്ല, നമ്മളുടെ 400 സെഗ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന എൻട്രി ലെവലിലുള്ള കസ്റ്റമേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റൈഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൺഡേ റൈഡ്സും അതുപോലെ വീക്ക്ലി റൈഡ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മൾ ഇവിടുന്ന് ഒരു അറൗണ്ട് 5-5:30 സ്റ്റാർട്ട് ചെയ്ത് പോയി നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ, അതാകുമ്പോൾ ഫാമിലിയായിട്ട് ബാക്കിയുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും സമയം കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. മന്ത്ലി റൈഡ്സ് വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേ റൈഡ് ആയിരിക്കും. അതായത് പോയി നമ്മളൊരു ദിവസം ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് ഒരു ചെറിയ എന്താ പറയുക പാർട്ടി പോലെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ക്യാമ്പ് ഫയർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പിന്നെ വൺസ് ഇൻ എ ഇയർ നമുക്ക് വരുന്ന IBW എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റിലേക്ക് പോകുന്ന ഒരു ബിഗ് റൈഡ് അങ്ങനെയും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ബ്രദർഹുഡ് അല്ലെങ്കിൽ റൈഡിങ് ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അവർക്ക് തമ്മിൽ പരിചയപ്പെടാനും അവർ പുതിയ വെഹിക്കിൾസ്, അതായത് ഇപ്പോൾ 400 സെഗ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ വെഹിക്കിൾസ്, അതായത് വലിയ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ കോർ ബൈക്സിലേക്ക് അവർ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അതിന് വരുന്ന കോസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് തമ്മിൽ അറിയാനായിട്ടും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് ഷെയർ ചെയ്യാനൊക്കെ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ട്രയംഫ് ഓണർ ആവുന്നതിൻ്റെ ഏറ്റവും വലിയ പെർക്കെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് നിങ്ങൾക്ക് സംവാദിക്കാൻ സാധിക്കും. നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബൈക്സ് ബട്ട് അബൌട്ട് ദ വേൾഡ് ബട്ട് അബൌട്ട് ദ ലൈഫ്. യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. ദെൻ യു ക്യാൻ സീ ദ വേൾഡ്. ട്രയംഫിൻ്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ് മോഡേൺ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവിഷൻ. അപ്പോൾ അതിൽ നമ്മുടെ ഹെറിറ്റേജ് ക്ലാസിക് ഡിവിഷനിൽ വരുന്ന ബോൺവിൽ T100 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മേജർ തിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്നത് ഇത് ശരിക്കും എൻജിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ബോൺവിൽ T100ൻ്റെ ബേസിക് സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 900cc 65 PS ആണ് നമ്മളുടെ ബേസിക് സ്പെക്ക് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ആ ഒരു റൈഡിങ് എർഗണോമിക്സ് നമുക്ക് തരുന്നത്. 2 റൈഡിങ് മോഡ്സ് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള T120 എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നുണ്ട്, റെയിൻ ആൻഡ് റോഡ്. നമുക്ക് T100 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന മോഡലിൽ ജസ്റ്റ് റോഡ് എന്നുള്ള ഒറ്റ മോഡ് മാത്രമാണ് ആക്റ്റീവ് ആകുന്നത്. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ബോൺവിൽ കാറ്റഗറിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ T100ഉം അതുപോലെ തന്നെ T120യും സിമിലർ റൈഡിങ് എർഗണോമിക്സ് ഷെയർ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഒരു പൊസിഷനും റൈഡർ സീറ്റിങ്ങും പില്ലിയൻ സീറ്റിങ്ങും കാണാനായിട്ട് അതുപോലെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും സിമിലർ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന മോഡൽസ് ആണ് ഇത് രണ്ടും. ഇതിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹാലജൻ ലൈറ്റ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ നോർമൽ ക്ലാസിക് വെഹിക്കിൾസിൽ വരുന്ന പോലെ തന്നെ ഒരു യെല്ലോ ലൈറ്റ് തീമാണ് നമുക്കിതിൽ വരിക. T120യിൽ വരുമ്പോൾ വ്യത്യാസം വരുന്നത് നമ്മളുടെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ തന്നെ ഷേപ്പിൽ ഒരു DRL കൂടി ഇൻക്ലൂഡഡ് ആവും. ബാക്കി ബേസിക്കലി വരുന്ന സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും വരുന്ന ഒരു ഡുവൽ മീറ്റേഴ്സ് ഷെയർ ചെയ്യുന്ന സെയിം തീം തന്നെയാണ് 2 മോഡലിലും വരുന്നത്. ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ഡിസ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രേക്സിന് വേണ്ടിയിട്ടുള്ളത്. T120യിൽ വരുമ്പോഴത്തേക്ക് അത് ഡുവൽ ഡിസ്ക് ആയിട്ട് മാറും. T120 നമ്മുടെ സ്പെക്ക് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് 1200cc 80 bhp ആണ്. അപ്പോൾ നമ്മൾ T100ന് മുമ്പ് പറഞ്ഞത് 65 bhp, T120യിൽ വരുമ്പോൾ അത് 80 bhp ആവും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ടുള്ള ഈ ഒരു സൈഡ് പ്രൊഫൈലുള്ള ലുക്ക് എല്ലാം തന്നെ T120യിൽ സിമിലർ ആണ്. ഈ ഒരു വെഹിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമാണ് നമ്മൾ കാണുന്നത്. T100ന്റെ നോർമൽ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഹെഡർ ഉൾപ്പെടെ നമുക്ക് വരുന്ന എക്സോസ്റ്റ് വരുന്നത്, അതായത് ട്വിൻ എക്സോസ്റ്റ് ആണ് ഇതിന് വരുന്നത്. ട്വിൻ എക്സോസ്റ്റ് തന്നെ നമുക്ക് ബ്രഷ്ഡ് അലൂമിനിയം ഫീലിൽ വരുന്ന ആ ഒരു വെഹിക്കിളും നമുക്ക് വേറെ ഡിഫറെൻറ്റ് കളർ തീമിൽ അവൈലബിൾ ആണ്. ഇത് T100ൽ നമുക്ക് T100 ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് എഡിഷൻ മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതേ സെയിം കളർ തന്നെ നമുക്ക് T120യിലും അവൈലബിൾ ആണ്, ബ്ലാക്ക് എഡിഷനും അതുപോലെ തന്നെ നോർമൽ എഡിഷനും. T100ന്റെ പാരലൽ ട്വിൻ എൻജിൻ നമുക്ക് തരുന്ന ഒരു റിഫൈൻമെൻറ്റ് ഇറ്റ്സ് റിയലി ഓസം. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു എൻജിൻ തന്നെയാണ്. കാര്യം കാണുമ്പോൾ സിമിലറായിട്ട് വരുന്ന മോഡൽസ് നമുക്ക് നിരവധി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ബോൺവിൽ സീരീസ് അല്ലെന്നുണ്ടെങ്കിൽ ട്രയംഫിൻ്റെ മോഡേൺ ക്ലാസിക് ഡിവിഷൻ വ്യത്യസ്തപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി അത് നമ്മളുടെ റൈഡിൽ ആണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 14.5 ആണ്.
വീലിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ട് 18 ഇഞ്ചും റയർ 17 ഇഞ്ചും വീൽസ് ആണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് T100 വരുമ്പോൾ 12 ലാക്ക് ചേഞ്ചും T120 വരുമ്പോഴത്തേക്ക് 14 ലാക്ക് ചേഞ്ചുമാണ് നമുക്ക് കറണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. മോഡേൺ ക്ലാസിക്കിലെ തന്നെ ഒരു റെട്രോ സ്പോർട്ട് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു മോഡലാണ് സ്പീഡ് ട്വിൻ 1200. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന മോഡലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ലൈറ്റ്ലി ലീനിയൻ ആയിട്ടുള്ള പൊസിഷനാണ് നമ്മളുടെ ഈ ഒരു ക്ലാസിക് വെഹിക്കിളിൽ വരുന്നത്. ഇതിൻ്റെ ബേസിക് സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 1200cc 100 bhp ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സി ഷേപ്പിലുള്ള DRL ലൈറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നോർമൽ ഹാലജൻ യെല്ലോ ലൈറ്റും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് ആണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ ബ്രംബോയുടെ തന്നെ M5 കാലിപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ സൈഡ് വൈസ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മോഡേൺ ക്ലാസിക്കിൻ്റെ എല്ലാ പേഴ്സണാലിറ്റിയും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മളുടെ വരുന്ന ബ്രഷ്ഡ് അലൂമിനിയം ട്വിൻ എക്സോസ്റ്റ് തന്നെ ഒരു കുറച്ച് റേസ്ഡ് ആയിട്ട് ഒരു സ്പോർട്ടി ഫീലിലാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 ആണ്. T100ഉം T120യും സെയിം സീറ്റ് ഹൈറ്റ് തന്നെയാണ്, 790 തന്നെയാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ടുള്ള റെട്രോ സ്പോർട്ടായിട്ടുള്ള മോഡൽ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് സ്പീഡ് ട്വിൻ 1200. ഇതിൻ്റെ ബാക്കി നമ്മുടെ ടെക്നിക്കൽ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൽ 3 റൈഡിംഗ് മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക്കലായിട്ട് വരുന്ന റെയിൻ ആൻഡ് റോഡ് കൂടാതെ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു 100 bhpയുടെ ഒരു ഫുൾ ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് വെഹിക്കിളിൻ്റെ റൈഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബോൺവിൽ T100 സ്പീഡ് ട്വിൻ 900 അല്ലെങ്കിൽ T120യുടെ ക്യാരക്ടറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സ്പീഡ് ട്വിൻ 1200 പെർഫോം ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട സ്ട്രീറ്റ് ട്രിപ്പിൾ എന്ന് പറഞ്ഞ മോഡലുണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക്. അതിൻ്റെ സെയിം പൊസിഷൻ എന്ന് ഞാൻ പറയില്ല, കാര്യം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും ലെഗ് പൊസിഷനും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനും ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും എല്ലാം വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പോർട്ടി ഫീൽ തന്നെയാണ് സ്പീഡ് ട്വിൻ 1200 നമുക്ക് തരുന്നത്. അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് റൈഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും നമുക്ക് T100 ആൻഡ് T120 ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പീഡ് ട്വിൻ 900ഉം നമ്മളിപ്പോൾ ഈ പറഞ്ഞ് കാണുന്ന ഈ ഒരു ഇതിൽ പോലെ തന്നെ ഒരു സ്ലൈറ്റ്ലി ലീനിയൻ പൊസിഷനാണ് സ്പീഡ് ട്വിൻ 900ഉം 1200ഉം നമുക്ക് തരുന്നത്. സീറ്റ് ഹൈറ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഇത് 790, സ്പീഡ് ട്വിൻ 900 വരുമ്പോൾ 765. ഫ്രണ്ട് ആൻഡ് റയർ വീൽ സൈസ് വരുന്നത് നമുക്ക് 17 ഇഞ്ച് തന്നെയാണ്. റെട്രോ സ്പോർട്ട് എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് ആണ് നമുക്ക് ഇതിൽ വരിക. ഇതിൻ്റെ തന്നെ തൊട്ട് താഴെ വരുന്ന ഒരു മോഡൽ കൂടി നമുക്ക് അവൈലബിൾ ആണ്, സ്പീഡ് ട്വിൻ 900 എന്ന് പറഞ്ഞ മോഡൽ. അതിൻ്റെ ബേസിക് സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 900cc 65 bhp, അതായത് നമ്മുടെ ബോൺവിൽ T100ൻ്റെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ആ സെയിം മോഡലിൻ്റെ തന്നെ സ്പെക്കിൽ തന്നെ കുറച്ചും കൂടി സൈസ് വൈസ് നമുക്ക് കുറച്ചും കൂടി കുറവായിരിക്കും. 765 സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. സോ ഒരു എൻട്രി ലെവൽ മോഡൽ ക്ലാസിക് വെഹിക്കിൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഹൈറ്റ് കുറച്ചും കൂടി കുറവുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് സ്പീഡ് ട്വിൻ 900. സ്പീഡ് ട്വിൻ 900 വരുമ്പോഴത്തേക്ക് നോർമൽ ടയേഴ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് 18 ഇഞ്ചും റയർ 17 ഇഞ്ചുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്പീഡ് ട്വിൻ 1200 വരുമ്പോൾ 14 ലാക്ക് ചേഞ്ചും സ്പീഡ് ട്വിൻ 900 വരുമ്പോൾ 12 ലാക്ക് ചേഞ്ചുമാണ് നമുക്ക് കറണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. മോഡേൺ ക്ലാസിക്കിലെ തന്നെ ഒരു പ്യുവർ ബ്രിട്ടീഷ് കസ്റ്റം ഐക്കൺ എന്ന് വിളിക്കാവുന്ന ബോൺവിൽ ബോബറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. സോ അതിൻ്റെ ബേസിക് സ്പെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 1200cc 78 PS ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മൾക്ക് ഈ പറഞ്ഞ മെഷീനിലുള്ളത്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ ബ്രൂട്ടൽ ബ്യൂട്ടി എന്ന് വിളിക്കാം. കാര്യം
ഇതിൻ്റെ ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എർഗണോമിക്സും എല്ലാം തന്നെ ഒരു കഫേ റേസർ ടൈപ്പ് അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് വെഹിക്കിളിനെ ഒന്ന് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് DRLs ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ വൈറ്റ് ടയേഴ്സ് ഇൻക്ലൂഡിങ് വിത്ത് ഡുവൽ ഡിസ്ക് ബ്രേക്സ് വിത്ത് ബ്രംബോ കാലിപ്പേഴ്സ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഷ് അലൂമിനിയം ഒരു സിൽവർ ഫിനിഷിൽ വരുന്ന എക്സോസ്റ്റും അതുപോലെ തന്നെ പ്യോർ ബ്ലാക്ക് തീമിൽ വരുന്ന എൻജിൻ കേസിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം കാണാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് മോഡൽ നമുക്ക് ഈ ഒരു 1200 സെഗ്മെൻറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് സ്പീഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. നമ്മൾ ഈ ഒരു വെഹിക്കിൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സീറ്റഡ് ആണ്. അതായത് റയറിൽ നമുക്ക് ആക്സസറി ഓപ്ഷനായിട്ട് പോലും നമുക്ക് ഒരു പില്ലിയൻ സീറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല. കസ്റ്റം ചെയ്ത് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും നമുക്ക് കറന്റ് അവൈലബിൾ അല്ല. പക്ഷേ ഈ സ്പീഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ മോഡലിൽ ബോബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോബറിന് ഫ്ലാറ്റ് ബാർ ഹാൻഡിൽസ് ആണ്. സ്പീഡ് മാസ്റ്ററിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ കുറച്ചും കൂടി കർവ് ആയിട്ട് നമ്മളുടെ അടുത്തേക്ക്, അതായത് ഒരു ലേ ബാക്ക് ക്രൂസിംഗ് പൊസിഷനിലേക്ക് ഇരിക്കുന്ന ടൈപ്പാണ് നമ്മളുടെ സ്പീഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. നമുക്കിപ്പോൾ കറന്റ് ഡിസ്പ്ലേയിൽ വെഹിക്കിൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്പീഡ് മാസ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു റൈഡർ സീറ്റിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലംബ സപ്പോർട്ട്, അതായത് ലംബ സപ്പോർട്ട് വേണ്ടി വരുന്ന സൈഡിലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അഡീഷണൽ ഒരു കുഷ്യൻ സപ്പോർട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അത് കൂടാതെ റയർ സൈഡിൽ നമുക്കൊരു പില്ലിയൻ സീറ്റും, അതായത് ഇത്രയും വൈഡറായിട്ടല്ല എങ്കിൽ പോലും ഒരു പില്ലിയൻ സീറ്റ് നമുക്കത് റിക്വയർമെൻ്റ് ഉള്ള സമയത്ത് റിമൂവ് ചെയ്യാനായിട്ടും അല്ലാത്ത സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്പീഡ് മാസ്റ്ററിൽ അവൈലബിൾ ആണ്. ബേസിക് സ്പെക്കല്ല നമ്മൾ ഈ പറഞ്ഞിരുന്ന ബോബറിൻ്റെ സിമിലർ സ്പെക്ക് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ സ്പീഡ് മാസ്റ്ററിൽ വരുന്നത്. കാണാനുള്ള ലുക്സിൽ നമുക്ക് വ്യത്യാസം, ഇതിലിപ്പോൾ കുറച്ച് ഷോർട്ടർ ആയിട്ടുള്ള എക്സോസ്റ്റ് വന്ന് ഈ ഒരു കട്ട് ഷേപ്പിലാണ് വരുന്നത്. മറ്റേതിൽ കുറച്ചും കൂടി നമ്മൾ T100 അല്ലെങ്കിൽ T100 കണ്ട പോലെ തന്നെ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള എക്സോസ്റ്റ് ഫിനിഷാണ് നമുക്ക് സ്പീഡ് മാസ്റ്ററിൽ വരുന്നത്. സ്പെക്ക് എല്ലാം സിമിലർ ആണ്. അപ്പോൾ ശരിക്കും റോക്കറ്റ് 3Rലും 3GTയിലും കണ്ട പോലെ തന്നെ ഒരു സ്പോർട്ടി വേർഷൻ, അതായത് ക്രൂസർ സെഗ്മെന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി വേർഷൻ ആയിട്ട് നമുക്ക് ബോബറിനെയും അതുപോലെ തന്നെ ഒരു ലേ ബാക്ക് ക്രൂസർ മോഡലായിട്ട് നമുക്ക് സ്പീഡ് മാസ്റ്ററിനെയും നമുക്ക് കാണാം. ഇതിന്റെ പ്രൈസിങ് വരുമ്പോഴത്തേക്ക് രണ്ടും ഏകദേശം സിമിലർ പ്രൈസിംഗ് ആണ്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 16 lakh ചേഞ്ച് ആണ് രണ്ട് മോഡലിനും വരുന്നത്. കളർ കോമ്പിനേഷനിൽ വരുന്ന ചെറിയ വ്യത്യാസത്തിനനുസരിച്ച് അത് 15 lakh, ഒരു 15.6, 1580 മുതൽ ഒരു 16.5 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ രണ്ട് വെഹിക്കിൾസിന്റെയും ഓൺ റോഡ് പ്രൈസിംഗ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുവന്ന ആ ഒരു മോഡേൺ ക്ലാസിക് ഡിവിഷൻ ഒട്ടുമിക്ക ബൈക്സിലും എൻഡ്ലെസ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്രീവിയസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള സ്പീഡ് മാസ്റ്ററിലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്ക് ഒറിജിനൽ നമ്മളുടെ ആക്സസറീസ് യൂസ് ചെയ്തിട്ട്, ഈവൻ ഇഫ് നമുക്കിപ്പോൾ ഇതിൽ കാണുന്ന ബാഡ്ജിങ്സ്, അതുപോലെ തന്നെ ഓയിൽ ഫില്ലർ ക്യാപ്പ്, ഈ റയർ സൈഡിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് നോർമലി ബാക്കിലാണ് വരുന്നത്, അത് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള പോർഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഈ റയർ സീറ്റ് നമ്മൾ സ്പീഡ് മാസ്റ്ററിന് ചേഞ്ച് ചെയ്തതിന് ശേഷം അത് വരുന്ന സ്ക്രൂസ് ആൻഡ് ബോൾസ് നമുക്ക് റിമൂവ് ചെയ്ത് അത് വരുന്ന പോർഷൻ കവർ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ആക്സസറീസ് ഓപ്ഷൻസ്. അതുപോലെ ഇതിലിപ്പോൾ ബാർ ആൻഡ് മിറേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സ്പീഡ് മാസ്റ്ററിൽ നമുക്ക് നോർമലി ഹാൻഡിൽ ബാസിന്റെ ഒരു കുറച്ചകത്തേക്ക് നീങ്ങിയിട്ടുള്ള ആ ഒരു ടൈപ്പ് മിറേഴ്സ് ആണ് വരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ബാർ ആൻഡ് മിറേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ബോബർ തന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി ഹൈ ബാർ, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ബാർ ഹാൻഡിൽസ് പോലെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സ്പീഡ് മാസ്റ്ററിലും അതുപോലെ തന്നെ നമ്മളുടെ ബോബറിലും നമുക്ക് കറന്റ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇതിപ്പോൾ ട്രയംഫിൽ തന്നെ ഡയറക്റ്റ് വരുന്ന നമുക്കൊരു ഡുവൽ ടോൺ തീമാണ് ഇതിൽ കാണുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് കസ്റ്റം പെയിൻറ് ഓപ്ഷൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രയംഫിൽ തന്നെ, ട്രയംഫ് കൊച്ചിയിൽ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി അസിസ്റ്റൻസോട് കൂടി തന്നെ പെയിൻറ് ജോബ്സും നമുക്ക് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻപുട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നത് കൂടി തന്നെ നമ്മളുടെ പെയിൻറ്റേഴ്സും അതുപോലെ നമ്മുടെ സീനിയർ ടെക്നീഷ്യൻസും അവരുടെ കൂടി ഇൻപുട്ട് ഷെയർ ചെയ്തതിന് ശേഷം നമുക്കത് കൊളാബ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മോഡേൺ ക്ലാസിക് ഡിവിഷൻ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രയംഫ് കൊച്ചിയിൽ അവൈലബിൾ ആണ്. ഹർഷൽ, ട്രയംഫിനെ കുറിച്ച് ഒരുപാട് നോളജ് ഞാനിന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഒറ്റ ചോദ്യം കൂടെ. ശരി, നമുക്കിപ്പോൾ ഒരു ട്രയംഫ് മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ്? ഒരുവിധം എല്ലാ മോഡൽസിൻ്റെയും ടെസ്റ്റ് റൈഡ് ബൈക്സ് നമുക്കിവിടെ 400 സെഗ്മെൻറ്റ്സിൻ്റെ അവൈലബിൾ ആണ്. ബിഗ് ബൈക്ക് സെഗ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മോഡൽസാണ് നമുക്കിവിടെ ടെസ്റ്റ് റൈഡിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 400 സെഗ്മെൻറ്റ്സ് നമുക്ക് ഒരു 1 hour പ്രയർ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് റൈഡ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് ലൊക്കേഷനിലേക്ക് നമ്മൾ ടെസ്റ്റ് റൈഡ്സ് കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ മെയിൻലി നമ്മുടെ ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്ത് ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ഒരു അഡീഷണൽ പെർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേ ബി ഒരു ബൈക്കായിരിക്കും. ഷോറൂമിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസും
അതുപോലെ തന്നെ ചിലപ്പം ഒരു വെഹിക്കിൾ അല്ല നമ്മളിപ്പം നെക്സ്റ്റ് അതിൻ്റെ തന്നെ തൊട്ടടുത്തൊരു അപ്ഗ്രേഡ് വേർഷൻ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്ത് ടെസ്റ്റ് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോർ ബൈക്സിൻ്റെ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് 1 day പ്രയർ മാത്രം ജസ്റ്റ് ഒന്ന് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം വെഹിക്കിൾ അവൈലബിൾ ആണ്. നമുക്ക് ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചില സമയങ്ങളിൽ വെഹിക്കിൾ വേറെ ഷോറൂംസിലേക്ക്, അതായത് നമ്മളുടെ സബ് ഡീലർഷിപ്സിലേക്ക് നമുക്ക് വെഹിക്കിൾ മേ ബി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് കോർ ബൈക്സിൻ്റെ സെഗ്മെൻറ്റിൽ ഒരു 1 day പ്രയർ നമ്മൾ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് വരണം എന്ന് നമ്മൾ ഇൻഫോം ചെയ്യാറുള്ളത്. ഹർഷൽ, ട്രയംഫ് ലൈനപ്പുകളെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇപ്പം എനിക്കാണെങ്കിലും ഈ വീഡിയോ കാണുന്ന വേറൊരു ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും ഏത് ട്രയംഫ് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ ഇനി യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഹർഷൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത്. തീർച്ചയായും വാം വെൽക്കം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഈ ഒരു ഷോറൂം ടൂർ വീഡിയോ ചെയ്തതിന് ജോർജിനും സാറിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.